അദിതി, മോളെ അദിതി, ഞാൻ ദാ ഗോതമ്പ് കുഴച്ചു വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്ക് നീ. നിന്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് ഇപ്പൊ വരും. അമ്മ, ഞാൻ ഗോതമ്പ് കുഴച്ചേനെ. ഞാൻ എപ്പോഴും ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കണം. ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ നാണം കെടാൻ പാടില്ലല്ലോ. നിനക്ക് കുഴയ്ക്കാൻ നന്നായിട്ട് അറിയാം. ഉരുണ്ട ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രം പഠിച്ചില്ല. എന്നും ഉണ്ടാക്കിയാലല്ലേ ശീലാവുള്ളൂ മോളെ. ഷോ, എന്തമ്മ, എന്ത് ചൂടാണ്. ഗ്യാസിന്റെ ചൂട് ഇവിടെ ഉണ്ട്. ഇനി എത്ര ചപ്പാത്തി ഉണ്ടാക്കണം ഞാൻ? എത്ര എണ്ണോ? 4 നിന്റെ അച്ഛന്, 3 എനിക്ക്, നിനക്ക് 2. 9 എണ്ണം ഉണ്ടാക്കിയാ പോരെ? 9 എണ്ണം ചെറുതാണോ അമ്മ? ഓ, ഞാൻ ഉണ്ടാക്കണ്ടേ? 2 ദിവസം മുമ്പാ ഞാൻ എന്റെ ഫേഷ്യൽ ചെയ്യിപ്പിച്ചേ. ഈ ഗ്യാസിന്റെ അടുത്ത് നിന്നാ ആ ചൂട് കയറിയ എനിക്ക് മുഖത്ത് കുരു വരൂല്ലേ? എന്റെ ദൈവമേ, ഇക്കാലത്തെ പെൺകുട്ടികളുടെ ഒക്കെ ഒരടവേ. ഞങ്ങളുടെ കാലത്തൊക്കെയാ വിറകടുപ്പിൽ 40 ചപ്പാത്തിയൊക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കുമായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ അത്രേ ആൾക്കാരുണ്ടായിരുന്നേ. അതെ, അച്ഛന്റെ വീട് നല്ല മലയുടെ ഇടയ്ക്കല്ലായിരുന്നോ? നല്ല തണുപ്പല്ലായിരുന്നോ? മഞ്ഞൊക്കെ പെയ്യണ സമയത്ത് ചൂട് ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. ആഹാ, എന്ത് രസായിരിക്കുമല്ലേ അപ്പോ? നിനക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ശരി. നിന്റെ ചിറ്റമ്മയോട് പറയാം അവിടെ തന്നെ മലയുടെ അടുത്തൊരു പയ്യനെ നോക്കാൻ. ശരിക്കും അമ്മ, അത് അടിപൊളി ഐഡിയ ആയിരിക്കും. എനിക്കിത് ആദ്യം തോന്നാത്ത എന്തായിരുന്നു. ഓക്കെ, അപ്പൊ നോക്ക്. അമ്മ എന്തായാലും ഇന്ന് തന്നെ ചിറ്റമ്മയോട് സംസാരിക്കേ. വീട്ടുകാരെങ്ങനെയാണേലും എനിക്ക് കുഴപ്പമില്ല. ചെക്കൻ പക്ഷെ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണം. പിന്നെ വീട് മലയുടെ മേളിൽ ഏറ്റവും മുകളിൽ തന്നെ ആയിരിക്കണം. അവിടെ സ്നോഫോൾ ഉണ്ടാവണം. വാവ്, എന്ത് രസമായിരിക്കുമല്ലേ അപ്പൊ? സ്നോഫോള് കാണാൻ പിന്നെ അവധിയെടുക്കണ്ട. ചൂടിന്റെ പ്രശ്നവും അങ്ങ് തീരും. ശരിയമ്മ, അമ്മ ചപ്പാത്തി ഉണ്ടാക്കേ. ഞാനൊന്ന് ആലോചിക്കട്ടെ കല്യാണത്തിന്റെ റിസപ്ഷന് ഞാൻ എന്തെടുക്കണമെന്ന്. ഇത് പറഞ്ഞിട്ട് അദിതി മുറിയിലേക്ക് അങ്ങ് പോകും. ഇവളുടെ കാര്യം എന്താവോ, വട്ട ഇവക്ക്. ഇനി ചപ്പാത്തി ഞാൻ തന്നെ ഉണ്ടാക്കണം. മാഡം പോയി കല്യാണത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അല്ല, അങ്ങോട്ടേക്ക് ആരാ പോകുന്നത്? ഞാനോ നീയോ? ആദ്യം അതിലൊരു തീരുമാനം ഉണ്ടാക്ക്. അയ്യോ, എനിക്കൊരാഗ്രഹമില്ലേ. എന്റെ വീട്ടിലും പോണ്ട, നിങ്ങളെ വിടാനും ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ പൊന്നുമോൾക്ക് പുതിയ പ്രാന്ത് കയറി പിടിച്ചിട്ടുണ്ടേ. അവളെ കല്യാണം കഴിക്കണമെങ്കിൽ മലയിലുള്ള ഏതോ പയ്യനെ വേണം. എന്ത് ചെയ്യാനാ? മലയുടെ മൂട്ടിൽ ഏതെങ്കിലും ചെക്കനെ കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കവളെ. ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ പോയി താമസിച്ച. അത് വിട്ടിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ കാലം വ്യത്യസ്തമായിരുന്നില്ലേ? എന്നാലിപ്പോൾ കുന്നിൻ ചെരുവിലും പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ രീതിയൊക്കെ ഇപ്പൊ പാടെ മാറിയിരിക്കുന്നു. അയ്യോ, എത്ര തന്നെ മാറിയാലും പക്ഷെ ഇവിടുത്തെ ഈ ഇതൊന്നും അവിടെ കിട്ടില്ല ചേട്ടാ. ഈ നിങ്ങളുടെ ചിന്ത ഇതെപ്പോഴാ മാറിയത്? നിങ്ങളല്ലേ ജോയിന്റ് ഫാമിലി വിട്ടിട്ട് ഇങ്ങോട്ട് ഡൽഹിയിൽ ഷിഫ്റ്റ് ചെയ്തത്? ഡൽഹിയിലേക്ക് വരേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു. അത് നിർബന്ധമായിരുന്നു. ഇവിടെ എനിക്ക് നല്ല സാലറി ഓഫർ കിട്ടിയതല്ലേ. നീ അവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരം സഹകരണം നടക്കുന്നുണ്ട്. നമ്മുടെ മോളുടെ ബന്ധുവീട് കുന്നിൻചെരുവിലായിരിക്കണം. എന്ത്? നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ മനുഷ്യ. ഇന്ന് ഉച്ചഭക്ഷണ സമയത്ത് ഞാൻ തിവാരിജിയുമായി സംസാരിച്ചിരുന്നു. സംസാരിച്ച് അതിഥിയുടെ കല്യാണക്കാര്യവും പറഞ്ഞു. അവരുടെ ബന്ധുക്കൾ എങ്ങനെയാ? പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥനാ, കശ്മീരിലാ. അവർ മലനിരയുടെ നടുവിലൊരു വീട് വാങ്ങിയിട്ടുണ്ട്. കുടുംബവും അത്ര വലുതൊന്നുമല്ല. അച്ഛനമ്മയും പിന്നെ ഒരു മോനും ഒരു മോളും. അവരുടെ മോന് നമ്മൾ അതിഥിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. മകൾ സുനിതയ്ക്ക് നേരത്തെ തന്നെ കല്യാണം ആയതാണ്. കുടുംബം നല്ലതാ, പക്ഷേ കാശ്മീരല്ലേ. ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ അവളെ വിടണത്? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത് ദൈവം കൊണ്ടുവന്ന ബന്ധമെന്ന് വിചാരിച്ചാൽ മതി. അതിഥിക്ക് അവളുടെ ഭർത്താവിന്റെ വീട് മലനിരകളിലാവുന്ന ഇഷ്ടമാണല്ലോ. അതുകൊണ്ടായിരിക്കും ഈ ബന്ധം വന്നത്. അധികം ആലോചിക്കണ്ട, അവളോട് നേരിട്ട് സംസാരിക്കേ. വിഭ ആദിത്യയോട് ഈ കാര്യം പറയാൻ പോയി. കശ്മീരിന്റെ പേര് കേട്ടതോടെ ആദിത്യ ഒരു നിമിഷം പോലും കാത്തിരുന്നില്ല സമ്മതിക്കാൻ. അയ്യോ അമ്മ, ഇതിനെ ആലോചിക്കുന്നത് എന്തിനാ? ഭർത്താവിന്റെ വീട് കാശ്മീരില്. അയ്യോ, കേൾക്കാൻ തന്നെ എന്ത് രസമാ. അമ്മ ഇപ്പൊ തന്നെ പോയി സമ്മതം പറഞ്ഞു. മോളെ, ഒന്നും കൂടെ ഒന്ന് ആലോചിക്ക്. മലമുട്ടിൽ ഞാൻ താമസിച്ചതാ. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മലപ്രദേശത്ത് പോയി 2-3 ദിവസം തങ്ങി കറങ്ങുന്നതും ഒരു ജീവിതം മുഴുവൻ ജീവിക്കുന്ന വ്യത്യാസമുണ്ട്. എന്റെ അമ്മ, അച്ഛൻ പറയണത് ശരിയാ. അമ്മ എല്ലാ കാര്യത്തിലും കുറച്ച് കൂടുതലായി ചിന്തിക്കുമല്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മോട്, കല്യാണത്തിന് സമ്മതിക്കമ്മ. ഇല്ലേ വേറെ ആരെങ്കിലും വന്ന് കൊത്തിക്കൊണ്ടു പോവും. അല്ല, ചെറുക്കന്റെ ഫോട്ടോ നിനക്കൊന്നും കാണണ്ടേ? അതിന്റെ ഒരു ആവശ്യമില്ല അമ്മ. അച്ഛൻ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോ. അച്ഛൻ ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. കാശ്മീരിലെ നല്ല കാലാവസ്ഥയിൽ ഇങ്ങനെ ജീവിക്കുക അതൊരു രസം തന്നെയല്ലേ. ഇതിനപ്പുറം എനിക്ക് എന്താ വേണ്ടത്? ആദിത്യക്ക് കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആദിത്യയുടെ ഗിരീഷിന്റെ കല്യാണം നടന്നു. അങ്ങനെ ആദിത്യ സന്തോഷത്തോടെ തന്നെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു. പക്ഷെ പിന്നീട് അതെ ആദിത്യ,
മോള് പോയി എല്ലാവർക്കും കട്ടൻ കാപ്പി ഉണ്ടാക്ക്. അമ്മ, അത് പിന്നെ ഇപ്പോഴല്ലേ എല്ലാരും കാപ്പി കുടിച്ചു കഴിഞ്ഞത്? മോളെ, ഇത് കാശ്മീരാണ്, ഡൽഹിയല്ല. ഇവിടത്തെ തണുപ്പിന്ന് രക്ഷപ്പെടണമെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കാപ്പി കുടിക്കണം. ആദ്യം കോഫിയല്ലേ കുടിച്ചേ, ഇനി കട്ടൻ കാപ്പി ഉണ്ടാക്ക്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ എല്ലാവർക്കും ഇഞ്ചിയിട്ട ചായ ഉണ്ടാക്കണം കേട്ടോ. ഇതാണ് അദിതിയുടെ ഭർത്താവിന്റെ വീട്. കാശ്മീറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പും. അതുകൊണ്ട് വീട്ടിലെ അടവുകളൊന്നും ഇവിടെ നടക്കൂല. പയ്യെ പയ്യെ ആണെങ്കിലും എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലൊക്കെ ചൂടുണ്ടാക്കേണ്ടി വരുമായിരുന്നു. ഓഹോ, ഇത് വളരെ തണുപ്പാണ് അതിഥി. അയ്യോ, ഞാനിപ്പൊ തന്നെ ഉണ്ടാക്കിയതാ ഇത്. ഇത്രയും പെട്ടെന്ന് തണുത്തോ ഇത്? അതെ മോളെ, ഇവിടെ ഇങ്ങനെയൊക്കെയാ. മോള് പോയിട്ട് ഇതൊന്ന് ചൂടാക്കിക്കൊണ്ടുവാ. കെറ്റലെടുത്തോണ്ട് വാ, അതിനകത്ത് വെച്ചാ മതി. പയ്യെ പയ്യെ കാശ്മീരിൽ താമസിക്കുന്നതിന്റെ സൈഡ് ഇഫക്ട്സ് അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. കാശ്മീരിലെ തണുപ്പ്, അവിടുത്തെ ആഹാരം, ജീവിതം അവളുടെ വീട്ടിൽ നിന്നും ശരിക്കും വ്യത്യസ്തമായിരുന്നു. പിന്നീട് ഒരു ദിവസം, തണുക്കുന്നു, കറണ്ട് എപ്പോ വരൂന്നേ? ലൈറ്റ് അത് പോയ പതിയെ തന്നെ വന്നോളും. അതെന്താ അങ്ങനെ? ഹീറ്റർ ഇല്ലാതെ എനിക്ക് പറ്റേയില്ല ഇനി. അതെ കേക്കുന്നേ, നമുക്ക് ഇൻവെർട്ടർ ഉണ്ടല്ലോ പിന്നെ. ആ ഉണ്ട്, അത് മോശം സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതുപോലെ ചെറിയ കാര്യത്തിനൊന്നും ഉപയോഗിക്കില്ല. എന്ത്? ഇതും അത്യാവശ്യമുള്ള സമയം തന്നെയല്ലേ? എന്റെ കൈയും കാലും വിറച്ച് ഐസ് കട്ടയായിപ്പോയി. നിനക്ക് ഈ സ്ഥലം പരിചയമല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അത്. നീ വിഷമിക്കണ്ട, ഈ കമ്പിളി കുറച്ച് കടന്നോ, അല്ലെങ്കിൽ പിന്നെ തണുക്കും. അങ്ങനെ അടുത്ത ദിവസം, ഇതെന്താ രാവിലെ 12 മണിയായി, ഇതുവരെ സൂര്യൻ വന്നില്ല. ആ, ഇവിടെ വെയിലൊന്നും ഇല്ല മോളെ. ഡിസംബർ മാസം കൂടെയാ. ഇനി നേരെ ഐസ് വീഴാൻ തുടങ്ങും. ഐസ് വീഴണ കാര്യം കേട്ടപ്പോൾ ആദിത്യക്ക് സന്തോഷമായി. കാരണം അവൾക്ക് സ്നോഫോൾ പണ്ടേ ഇഷ്ടമായിരുന്നു. അങ്ങനെ സ്നോഫോൾ ഒക്കെ വന്നു. ആദിത്യയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരുന്നു. അതിഥി, നീ എന്താ ചെയ്യുന്നേ? വാ, പുറത്തെന്തു മനോഹരാണെന്നോ. നീ കശ്മീരിൽ മഞ്ഞ് വീഴുന്നത് ആദ്യമായിട്ട് കാണുകയല്ലേ? ആ, കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പ്. ഓഹോ, ഞാനത് ഓർത്തില്ല. മഞ്ഞുവീഴ്ചയിൽ റൂം ഹീറ്ററുകൾ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ അതെന്താ? കാരണം മഞ്ഞുവീഴ്ചയുടെ സമയത്ത് എല്ലാ വാതിലും ജനലും അടച്ചിടേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ റൂം ഹീറ്റർ പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഇനി മതി, വരൂ, ഇനി പെട്ടെന്ന് പുറത്തേക്ക് വാ. എല്ലാവരും നിന്നെ കാത്തിരിക്കുക. പക്ഷെ അവള് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ അവളെ കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിനക്കിതെന്താ സംഭവിച്ചത്? ഇത് കാർട്ടൂൺ പോലെ ഉണ്ടല്ലോ. എല്ലാവരും കളിയാക്കണ കണ്ടപ്പോ അതിഥിക്ക് വിഷമമായി. അവള് കരയാനും തുടങ്ങി. കുഴപ്പമില്ല മോളെ, ഇങ്ങനെ ഇവിടെ താമസിക്കണേന് ബുദ്ധിമുട്ടുമുണ്ട്, നല്ലതുമുണ്ട്. എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നിനക്കിതൊക്കെ ശീലമാകും, എന്നെ പോലെ. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിന്നിട്ടൊക്കെ വാ. എന്തേ, ശരിയല്ലേ പറഞ്ഞത്? അമ്മായി പറഞ്ഞത് കേട്ടപ്പോ അതിഥിക്ക് ഭയങ്കര സന്തോഷമായി. അതിഥിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ താമസിക്കുന്നതിന്റെയും പോയി കറങ്ങി വരുന്നതിന്റെ വ്യത്യാസം മനസ്സിലായി. അവള് പക്ഷെ തോറ്റൊന്നും കൊടുത്തില്ല. തൽക്കാലം അവൾക്ക് അവളുടെ വീട്ടിൽ പോയി കുറച്ചു ദിവസം നിൽക്കാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സ്വപ്ന, പ്രീതി പിന്നെ ഭൂമിയുടെ കല്യാണം നഗരത്തിൽ താമസിക്കുന്ന 3 സഹോദരങ്ങളായ ആലു, രാഗ് പിന്നെ റോണക്കുമായി നടത്തുന്നു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിയ അവരെ ആരതി ഒഴിഞ്ഞ് അമ്മായിയമ്മ ജാനകി അവരുടെ ഗൃഹപ്രവേശം നടത്തിക്കൊണ്ട് പറയുന്നു, വരൂ എന്റെ 3 മരുമക്കളും, ഈ കുടം മറിച്ചിട്ടതിന് ശേഷം അകത്തേക്ക് വരൂ. ശരിയമ്മേ. ഭർത്താവിന്റെ വലിയ വീട് കണ്ട് 3 ഗ്രാമവാസികളായ മരുമക്കളും അതിശയത്തോടെ പറയുന്നു, എന്റെ ദൈവമേ, ഈ വീട് ശരിക്കും ഫിലിം സ്റ്റാർ ഷാറൂഖ് ഖാന്റെ വീട് പോലെയില്ലേ പ്രീതി? ശരിയാ സ്വപ്ന, ഇതുപോലെ ഒരു വീട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതൊരു മഹാത്ഭുതം തന്നെ ആയേനെ. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കല്യാണം ഇത്രയും വലിയ വീട്ടിലാണ് നടന്നതെന്ന്. അവരുടെ വർത്തമാനം കേട്ടപ്പോൾ അവരുടെ നാത്തൂൻ ശ്രുതി പറയുന്നു, ഹോ ഗോഡ്, വന്നിട്ട് ഒരു നിമിഷമേ ആയുള്ളൂ, അപ്പോൾ തന്നെ ഗ്രാമത്തിലെ ആളുകളുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അവനവന്റെ സ്ഥാനത്തിൽ നിന്നും സംസാരിക്കൂ നാത്തൂനെ. നിങ്ങൾക്ക് ഞങ്ങൾ 3 സഹോദരിമാരെ പറ്റി ഒന്നും അറിയില്ല. മൊത്തം ബനാറസിൽ ഞങ്ങൾ സഹോദരിമാരുടെ മിടുക്ക് ഫേമസ് ആണ്. ഓഹോ, നിർത്തൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ നാത്തൂനും ചേട്ടത്തിമാരും തമ്മിൽ വഴക്കായോ? എന്റെ 3 മക്കളും അവരവരുടെ ഭാര്യമാരെയും കൊണ്ട് മുറികൾ കാണിക്കൂ. അടുത്ത ദിവസം രാവിലെ 5 മണി അടിക്കുമ്പോൾ തന്നെ 3 സഹോദരിമാരും എഴുന്നേറ്റ് തൂത്തു തുടയ്ക്കുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അവരുടെ നാത്തൂൻ ശ്രുതി കിച്ചണിൽ ചെല്ലുമ്പോൾ കാണുന്നത് ചേട്ടത്തിമാർ മണ്ണുകൊണ്ട് പാത്രം വൃത്തിയാക്കുന്നതാണ്. അതെ എന്റെ മന്ദബുദ്ധി ചേട്ടത്തിമാരെ, ഇവിടെ എന്താ ഇത്രയ്ക്ക് ശബ്ദമുണ്ടാക്കുന്നത്? ഈ പാതിരാത്രിക്ക് നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ?
അതെന്താന്നറിയാമോ നാത്തൂനെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. ഞങ്ങളുടെ നാട്ടിൽ മണ്ണുകൊണ്ടാണ് പാത്രം വൃത്തിയാക്കുന്നത്. ഇതുകൊണ്ട് 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, ഇതുപയോഗിച്ച് പാത്രം വെട്ടിത്തിളങ്ങും. അതുപോലെ സോപ്പിന്റെ പൈസയും ലാഭിക്കാം. പക്ഷെ ഇത് നിങ്ങളുടെ ബനാറസ് ഗ്രാമമല്ല, ഇത് മുംബൈ സിറ്റിയാണ്. ഇവിടെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സൂത്രങ്ങളൊന്നും വേണ്ട. പിന്നെ ഈ പൈസ ലാഭിക്കാനുള്ള പരിപാടിയും വിട്ടേക്ക്. 3 സൂത്രശാലികളായ മരുമക്കളെയും വഴക്കു പറഞ്ഞിട്ട് നാത്തൂൻ പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം അവർ 3 പേരും ചേർന്ന് ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിലിണ്ടർ തീർന്നു പോകുന്നു. അയ്യോ, എന്റെ ദൈവമേ, ഈ അടുപ്പ് കെട്ടുപോയല്ലോ. മോളെ, റൊട്ടി ആയെങ്കിൽ വേഗം കൊണ്ടുവാ. അയ്യോ, ഇനി നമ്മൾ എന്തു ചെയ്യും? നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ചേ മതിയാകൂ. പെട്ടെന്ന് അവരുടെ ശ്രദ്ധ പൂജാമുറിയിലെ വിറകിലേക്ക് പോയി. അവർ പെട്ടെന്ന് തന്നെ 4 ഇഷ്ടിക എടുത്തുകൊണ്ടുവന്ന് അടുപ്പുണ്ടാക്കി നല്ല ചൂടുള്ള റൊട്ടി ഉണ്ടാക്കി കൊടുത്തു. എന്താന്നറിയില്ല, വല്ലാത്ത പുകയുന്ന മണം വരുന്നു. ശരിയാണല്ലോ സഹോദര. അപ്പോഴാണ് എല്ലാവരും അടുക്കളയിൽ നിന്നും പുക വരുന്നത് കണ്ടത്. എല്ലാവരും കിച്ചണിലേക്ക് പോകുന്നു. എന്റെ മരുമക്കളെ, കിച്ചണിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിട്ടും നിങ്ങൾ 3 പേരും എന്തിനാണ് അടുപ്പ് കത്തിക്കുന്നത്? അമ്മേ, അമ്മയുടെ സിലിണ്ടർ എപ്പോഴേ ബൈ ബൈ പറഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങൾ അടുപ്പുണ്ടാക്കി കത്തിച്ചു. അത് ശരി. അപ്പോൾ എന്റെ സൂത്രശാലിയായ മരുമക്കൾ എവിടെ നിന്നാണ് ഈ വിറക് കൊണ്ടുവന്നത്? അമ്മേ, അത് ഞങ്ങൾ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിറകാണ് എടുത്തത്. തന്റെ സൂത്രശാലിയായ മരുമക്കളുടെ പ്രവൃത്തി കണ്ടപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, ഹോ കഴുതകളെ, അത് ചന്ദനത്തിന്റെ തടിയായിരുന്നു. അത് ഞാൻ ഹോമത്തിന് വാങ്ങിയതാണ്. അത് നിങ്ങൾ റൊട്ടി ഉണ്ടാക്കി തീർത്തു. അയ്യോ, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞ് ആ പ്രശ്നം ശാന്തമാക്കി. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം എല്ലാവരും കാപ്പി കുടിക്കുകയായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിലുണ്ടായിരുന്ന ജ്യൂസ് മറിഞ്ഞ് റൂണക്കിന്റെ മൊബൈലിലേക്ക് വീഴുന്നു. മൊബൈൽ നനയുന്നു. ഓ നോ, ഇന്ന് എനിക്ക് മീറ്റിംഗിനായി പുറത്തു പോകേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഈ ഫോണിന് കേടാകണമായിരുന്നു. കടക്കാരൻ ഇത് നന്നാക്കാൻ 3-4 ദിവസം തന്നെ എടുക്കും. അതെ ചേട്ടാ, ചേട്ടന്റെ ഫോൺ എന്റെ കയ്യിൽ താ. ഞാനത് 1 രൂപ ചെലവ് പോലുമില്ലാതെ നന്നാക്കിത്തരാം. അതെ, ഈ ഫോൺ സൂത്രം കൊണ്ടൊന്നും ശരിയാകില്ല. കടയിൽ കൊടുത്താണ് ശരിയാക്കേണ്ടത്. ഇനി ചേട്ടത്തി എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് ചേട്ടന്റെ ഫോൺ ഡെഡ് ബോഡിയാക്കി മാറ്റരുത്. അതിനുശേഷം ഭൂമി അതിനെ തുണി കൊണ്ട് തുടച്ച് വെയിലത്ത് വെച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അതെടുത്ത് അരിപാത്രത്തിലിട്ടു വച്ചു. കൃത്യം 1 മണിക്കൂർ ശേഷം ഫോൺ എടുത്ത് റോണക്കിന് കൊടുക്കുന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് നാത്തൂനോട് ചോദിച്ചു, എന്തു പറയുന്നു നാത്തൂനെ? എന്റെ സൂത്രം കണ്ട് തല കറങ്ങുന്നുണ്ടോ? അതാണ് എന്റെ സൂത്രം. കൊള്ളാലോ ഭൂമി, നീ കൃത്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ എന്റെ ഫോൺ റെഡിയാക്കി തന്നല്ലോ. അപ്പൊ ഇതൊന്ന് നോക്കിയേ. ഫോണും വേഗം റെഡിയായി, പൈസയും ലാഭിച്ചു. മോളെ, നീ ദീർഘസുമംഗലിയായിരിക്കട്ടെ. നീ ശരിക്കും പൈസ ലാഭിച്ചു. നല്ല മരുമകളാണെന്നും തെളിയിച്ചു. ആ സത്യം, നീ ശരിക്കും അതിശയിപ്പിച്ചു കളഞ്ഞു. റൂണക്കും അമ്മായിയമ്മയും പറയുന്നത് കേട്ടപ്പോൾ 3 മരുമക്കൾക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വപ്ന വാക്വം ക്ലീനർ ഉപയോഗിച്ച് വീട് വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്ന് വാക്വം ക്ലീനർ പ്രവർത്തിക്കാതെയായി. എന്റെ അമ്മേ, ഈ കറണ്ട് കൊണ്ട് ഉപയോഗിക്കുന്ന ചൂല് നിന്നുപോയല്ലോ. ഇനി എന്തു ചെയ്യും? പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സൂത്രം ആലോചിക്കൂ സ്വപ്ന. അതായത് ജോലിയും നടക്കണം, പൈസയും ലാഭിക്കണം. സ്വപ്ന അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൊസൈറ്റിയിലെ പാർക്കിൽ നിൽക്കുന്ന പനിയിലേക്ക് ശ്രദ്ധ പോയത്. ഹാ അടിപൊളി, എന്തൊരു ഐഡിയ ആണ് എന്റെ മനസ്സിലേക്ക് വന്നത്. സ്വപ്ന സൊസൈറ്റിയിലെ പാർക്കിൽ പോകുന്നു. എന്നിട്ട് പച്ച പനയോല വെട്ടിയെടുക്കുന്നു. അപ്പോൾ അവിടെ ഗാർഡ് വന്ന് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നു, ഏയ് ചേച്ചി, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ മരം മുറിക്കുന്നത്? അതെ സെക്യൂരിറ്റി ചേട്ടാ, കൂടുതൽ സംസാരിച്ച എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലി കിട്ടും. അല്ലെങ്കിൽ തന്നെ ഇത് നിങ്ങളുടെ തറവാട്ട് വകയൊന്നും അല്ലല്ലോ. ഗാർഡിനോട് നല്ല 2 വർത്തമാനം പറഞ്ഞ് സ്വപ്ന പച്ച പനയോല പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് വീട്ടിൽ വന്നു. എന്നിട്ട് അതുപയോഗിച്ച് ചൂലുണ്ടാക്കി തൂക്കുന്നു. അപ്പോൾ ജാനകി കലി തുള്ളിക്കൊണ്ട് അങ്ങോട്ട് വന്നു. ഞാൻ എന്തായി കേൾക്കുന്നത് സ്വപ്നമോളെ? നീ സൊസൈറ്റിയിലെ ഗാർഡുമായി വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നത്? എന്താ നിന്റെ കയ്യിലത്? അമ്മേ, അത് ചൂലാണ്. ഞാനിത് പനയോല കൊണ്ടുണ്ടാക്കിയതാണ്. ഹാ സ്വപ്ന, നീ അതിശയമായൊരു കാര്യമാണ് ചെയ്തത്. നിന്നെ സമ്മതിച്ചു. നീയൊരു സാമർത്ഥ്യക്കാരി തന്നെ. മിണ്ടാതെ ഇരിക്കും 3 പേരും. എത്രയും പിശുക്ക് കാണിച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ ഈ സൂത്രങ്ങൾ കാരണം ഒരു ദിവസം ഈ സൊസൈറ്റി ആളുകളുടെ മുന്നിൽ നമ്മൾ മാനം കെടും. ഇതുപോലെ 3 സൂത്രശാലികളായ മരുമക്കൾക്കും വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ കാലം കടന്നുപോകുന്നു. ഒരു ദിവസം രാവിലെ പ്രീതി മൂളിപ്പാട്ടും പാടി നാത്തൂന്റെ മുറിയിലേക്ക് വരുന്നു. നീ എപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലും നീ വളരെ സുന്ദരിയായി മാറും.
നീ എപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാലും നീ വളരെ സുന്ദരിയായി മാറും. നാത്തൂനെ, ആഹാരം കഴിക്ക്. വെറും വയറ്റിൽ ഓഫീസിൽ പോവാൻ പാടില്ല കേട്ടോ. ടേബിളിൽ വച്ചേക്കൂ ചേട്ടത്തി, ഞാനിപ്പോൾ മുടി ഉണക്കുകയാണ്. ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ശ്രുതി മുടി ഉണക്കി അതിനുശേഷം ആഹാരം കഴിച്ച് ഓഫീസിലേക്ക് പോകുന്നു. അന്ന് വൈകുന്നേരം ഭയങ്കര ഇടിയും മഴയും ഉണ്ടാകുന്നു. പ്രീതി, എന്റെ പൈജാമ ഒന്ന് തേച്ചു വെച്ചേക്കണേ. നാളെ ഞാൻ അതിട്ടോണ്ട ഓഫീസിൽ പോകുന്നത്. ശരി ചേട്ടാ. ഇത് പറഞ്ഞുകൊണ്ട് തന്റെ നാത്തൂന്റെ മുറിയിൽ പോകുന്നു. എന്നിട്ട് അവളുടെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് അവളുടെ ഭർത്താവിന്റെ തുണി ഉണക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾക്ക് ശക്തിയായി ഷോക്കടിക്കുന്നു. എന്റെ അമ്മോ, ഞാനിപ്പോൾ മരിച്ചു പോകുമേ! ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ! ഞാനിപ്പോൾ മരിച്ചു പോകുമേ! എല്ലാവരും അകത്തേക്ക് ഓടിവരുന്നു. ശ്രുതി ബോർഡിലെ സ്വിച്ച് ഓഫ് ആക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? പ്രീതി എല്ലാ കാര്യങ്ങളും പറയുന്നു. ശ്രുതി നല്ലതുപോലെ ചീത്ത പറയുന്നു. ചേട്ടത്തി, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളുടെ മണ്ടത്തരം കാരണം ജീവൻ തന്നെ പോയേനെ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ഈ സൂത്രപ്പണിയൊക്കെ നിർത്തൂ. ഈ നക്കാപ്പിച്ച കാശ് ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി കാരണം നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. ശ്രുതിമോൾ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. ഇത്രയും പിശുക്ക് നല്ലതല്ല. ഒരു കാര്യം ഏത് സാധനം ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ചെയ്യണം. എനിക്ക് മനസ്സിലായി അമ്മേ. ഇനി ഒരു കാര്യത്തിലും സൂത്രപ്പണി ചെയ്യില്ല. നാത്തൂന്റെയും അമ്മായിയമ്മയുടെയും വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് 3 പേർക്കും ബോധം വരുന്നു. അവരുടെ സൂത്രപ്പണിയൊക്കെ നിർത്തി നാത്തൂന്റെയും അമ്മായിയമ്മയുടെയും അടുത്തുനിന്നും നഗരത്തിന്റെ രീതികൾ പഠിച്ച് അവർ നഗരവാസികളായി മാറുന്നു. Thanks for watching.